Hello, hi dears, welcome to Jewel Baby's World. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള അവിയലാണ്. സിമ്പിൾ അവിയൽ എന്ന് പറയുമ്പോൾ അയ്യോ ചുമ്മാ ഒരു അവിയലെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അവിയലാണ്. ചേമ്പിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടുള്ള അവിയലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് നമുക്ക് അവിയലുണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. ദാ ഈ ചേമ്പ് കണ്ടോ, ഈ ചേമ്പിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് അവിയലുണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള അവിയലാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യും, അതുപോലെ തന്നെ കുറയ്ക്കും ഒക്കെ ചെയ്യാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ അവിയൽ. ഈ അവിയലിൻ്റെ ശരിക്കും ഒരു പേര് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് അവിയൽ എന്നാണ്. നമ്മൾ സാധാരണ വയ്ക്കുന്ന ടൈപ്പ് അവിയലല്ല ഇത്. സംതിങ് സ്പെഷ്യലായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അവിയലാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അവിയലിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ല ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചേമ്പിൻ്റെ തണ്ട് പച്ച കണ്ടില്ലേ, ഈ ചേമ്പിൻ്റെ തണ്ടാണ്. നമുക്ക് വേണമെങ്കിൽ ചേമ്പിൻ്റെ തണ്ടിനൊപ്പം തന്നെ നമുക്ക് മുരിങ്ങക്കായ ചേർക്കാം കേട്ടോ. ഞാൻ മുരിങ്ങക്കായ ഇവിടെ എടുത്തിട്ടില്ല, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അച്ചിങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കപ്പളങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചേമ്പും തണ്ട് എടുത്തിട്ടുണ്ട്, ചേന എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ 2 കോവയ്ക്ക കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് അവിയലിന് അരിയുന്ന ഷേപ്പിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അവിയലിന് അരിയുന്ന ഷേപ്പ് നമുക്ക് എല്ലാവരും അരിഞ്ഞെടുക്കുന്ന പോലെ നല്ല നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് ഇതെല്ലാം അരിഞ്ഞെടുക്കാം. കഷ്ണങ്ങൾ എടുക്കുമ്പോൾ എത്ര പേരുണ്ടോ അതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് കഷ്ണങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2 ക്യാരറ്റിന് 1 ക്യാരറ്റൊക്കെ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് മാത്രം നമുക്ക് കഷ്ണങ്ങൾ ഇതിലെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. നല്ല നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് ഇത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഒടിച്ചിടാൻ പറ്റുന്ന അച്ചിങ്ങ കിട്ടുവാണെങ്കിൽ അത് ഇടാം കേട്ടോ. ഇതിപ്പോൾ വീട്ടിലുണ്ടായ അച്ചിങ്ങയാണ്, അപ്പോൾ അത് മൂത്ത് പോയി അതിൻ്റെ പയറ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് 2 3 പച്ചമുളക് എടുക്കാം. അതുപോലെ ചെറിയ ഉള്ളി കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് എടുത്തു വെക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 10 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒന്നുകിൽ മിക്സിയിൽ ഒറ്റയടി അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമുക്കൊന്ന് ചതച്ചെടുക്കുകയോ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു രുചി കേട്ടോ. ഒത്തിരി അരിഞ്ഞു പോകരുത്. 2 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് എടുത്ത് വയ്ക്കാം. ഒപ്പം നാളികേരം ചിരകിയത് വേണം കേട്ടോ. നാളികേരം ചിരകിയത് നമുക്ക് എടുത്ത് അതുകൂടി ഒന്ന് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആദ്യം മുളകും പച്ചമുളകും അടിച്ചെടുത്തതുപോലെ തന്നെ അത് രണ്ടും മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങ കൂടി ഒന്ന് മിക്സിയിൽ ഒരടി അടിച്ചതിന് ശേഷം എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗവിൽ ചട്ടി വെക്കാം. ഞാനിവിടെ കറിച്ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രങ്ങൾ എടുക്കാം. കറിച്ചട്ടിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടും, അതുകൊണ്ട് കറിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. കറിച്ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് നമ്മൾ ആദ്യം മിക്സിയിൽ ഒന്നടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചുവന്നുള്ളി കൂടി ഒന്നടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇവിടെ ചേർത്തിരിക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ജീരകമൊക്കെ ചേർക്കാതെയാണ് ഈ അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഇംപ്രൂവ്ഡ് അവിയലാണ്, അതുകൊണ്ട് ഇതിനകത്ത് ജീരകം ചേർത്തിട്ടില്ല, വെളുത്തുള്ളി ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷേ രുചിയിൽ ഒട്ടും പുറകോട്ടും അല്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഒരു അടപ്പ് കൊണ്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ നമുക്ക് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒത്തിരി അരഞ്ഞു പോകാതെ ഒരടിപ്പ് മാത്രം അടിച്ചെടുത്താൽ മതി. അവിയൽ നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വെന്തോ എന്ന് നോക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം വെന്തില്ല എങ്കിൽ ഒന്നുകൂടി അടച്ച് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റിന് ശേഷം നമ്മുടെ അവിയൽ കഷ്ണങ്ങളെല്ലാം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ല, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒന്നടിച്ചെടുത്തതാണിത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില നമ്മൾ എടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മമ്മിയാണ് കേട്ടോ ഈ റെസിപ്പി പറഞ്ഞു തരുന്നത്. മമ്മിയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള അവിയൽ റെസിപ്പിയാണിത്. മമ്മിയാണ് അപ്പോൾ ഇത് ചെയ്ത് കാണിച്ചു തരുന്നത് നമുക്ക്.
ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ടീസ്പൂൺ അല്ല, 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ രുചി ഉണ്ടോയെന്ന് നോക്കാം, ആവശ്യത്തിന് പുളിയും ഉപ്പും എല്ലാം ഉണ്ടോയെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ചും കൂടെ ടേസ്റ്റ് നല്ലൊരു സ്മെല്ലും എല്ലാം കിട്ടാനായിട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നല്ല പാകമായി കഴിഞ്ഞിട്ടുണ്ട് അവിയൽ. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള അവിയലാണിത്. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയി കഴിഞ്ഞു. കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ ചേമ്പിൻ്റെ തണ്ടില്ലേ, ചേമ്പിൻ്റെ തണ്ട് ഇതിൻ്റെ ഇടയിൽ കിടന്ന് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ചേമ്പിൻ്റെ തണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വെന്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അത് അവിയലിൻ്റെ കൂടെ നല്ലതുപോലെ ആയിക്കോളും, അത് പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ചേമ്പ് തണ്ട് വെച്ചിട്ടുള്ള അവിയൽ റെഡി ആയി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അവിയലാണിത്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും, ടേസ്റ്റിൽ മുമ്പിലുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തവണത്തെ ഓണത്തിന് ആരും മറക്കണ്ട, ഈ ഒരു അവിയൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. ടേസ്റ്റിലും മുമ്പനാണ്, അതുമാത്രമല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ ഒരു സ്റ്റൈലിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. അപ്പോൾ ഇനി വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.